വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റാഗി കൊണ്ടുള്ള ഒരു കേക്കാണ്. ഈ ക്രിസ്തുമസിന് ഷുഗർ ഉള്ളവർക്കും കഴിക്കണ്ടേ, അതുകൊണ്ട് റാഗി കൊണ്ടുള്ള ഒരു കേക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ 1 കപ്പ് റാഗി പൗഡർ ഒന്ന് ചൂടാക്കണം. ഇതിൻ്റെ പശയൊന്നും റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഈ റാഗി പൗഡർ തണുക്കുമ്പോഴത്തേക്ക് ഈ 2 നേന്ത്രപ്പഴം അതെടുത്തിട്ട്, ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് നല്ലതായിട്ട് പഴുത്തത് വേണം, അതെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇടാം. പഴം അരിഞ്ഞ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടു. ഇനി 1/2 കപ്പ് ശർക്കര, കപ്പ് തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 8 ഈന്തപ്പഴം എടുത്തു, ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ടു. ഇനി ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കാം. പഴവും ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് അരയണം. ഇപ്പം ഇത് നന്നായിട്ട് അരഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിലായാലും മതി, വെളിച്ചെണ്ണ ആയാലും മതി, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിട്ട ഒന്നും കൂടെ അടിക്കണം. ഇപ്പം നമ്മുടെ ഇത് ഓയിലൂടിട്ട് അടിച്ചപ്പം നല്ല മിക്സ്ചറായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചറിനകത്തേക്ക് നമ്മുടെ റാഗി പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇടാം. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കണം. ഇനി നമുക്ക് കേക്ക് ടിന്നെടുത്ത് അതിനകത്തേക്ക് ബട്ടറോ അല്ല ഏതെങ്കിലും ഓയിലോ തൂക്കണം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെക്കണം. ഇനി നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇത് നോക്കിങ്ങനെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് വെക്കാം.
ഓപ്ഷനല്ല, വേണമെന്നില്ല, വേണ്ടിയവർക്ക് വെക്കാം. ഇത് നമുക്ക് ഓവനിലേക്ക് വെക്കാം. $180 45 മിനിറ്റ് വെക്കണം. ഇനി ആവട്ടെ, നമുക്ക് എടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായി, എടുക്കാം. നമ്മളുടെ റാഗി കേക്ക് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ റാഗി കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സ്പോഞ്ച് കേക്കായി.